പിടിച്ച് നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനാന്നും പറ. എനിക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. പിള്ളേരെ ഫീസ് കൊടുക്കണം, വീടിന്റെ വാടക കൊടുക്കണം. ഞാൻ ഈ കൊണ്ടുവന്ന നക്കാപ്പിച്ച പൈസ കൊണ്ട് എന്താ നക്കാപ്പിച്ച പൈസ കൊണ്ട് എങ്ങനെ കഴിയുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? വല്ലപാട് ഞാൻ ഇറങ്ങിപ്പോയി, എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് കൊണ്ടുപോയിട്ട് ഞാൻ പോവും ഞാൻ കേട്ടോ. മനസ്സിലായി. നീ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള സെറ്റപ്പല്ലേ? ഈ കണ്ണാണം കണിച്ചാനോ? ഒരെണ്ണം കണിച്ച പാടെ എനിക്കറിയാം. ഇനി എനിക്ക് കല്യാണമേ വേണ്ട. കല്യാണം എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നില്ല. എന്റെ ഒരു അനിയത്തി കെട്ടാതെ അവിടെ നിപ്പുണ്ടല്ലോ, ഞാൻ അവിടെ കൂടെ പോയി പുറത്തോളാം. ഞാനാണ് തെറ്റുകാര്. ഞാനങ്ങനെ ചെയ്യരുത്. ഞാനാണ് ഇവിടുന്ന് പോകേണ്ടത്. അല്ല ചേട്ടാ, ഇപ്പൊ ഫീൽ ചെയ്യാൻ മാത്രം ഞാൻ അതല്ല ചേട്ടാ. ഇവിടുത്തെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്നു, വീട് ചെലവ് നോക്കുന്നു, വീട് വാടക കൊടുക്കുന്നു. സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ ചേട്ടാ. ഞാൻ പൊക്കോളാം. ചേട്ടാ എവിടെ പോകുന്നേ പറയുന്നേ? നിന്റെ ഒരു അനിയത്തി കെട്ടാൻ നിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോയി പുറത്തോളാം. അനിയത്തിയുടെ പോയി വേണ്ടേ? അനിയത്തിയുടെ വീടിന്റെ പരിസരത്തങ്ങനെ വന്നാൽ നിങ്ങളുടെ ചൂലും കെട്ടെടുത്ത് ഞാൻ